പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the amazing name of Lord Jesus be glorified. ഇവിടെയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Let me convey my loving greetings in the name of Jesus to the pastor and everybody here in this church. കർത്താവ് നമ്മളെ ക്ഷേമമായി പരിപാലിച്ചു നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for He is leading us with amazing blessings every day. തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം കൃപ ചെയ്തു. God gave us the grace to we could study from the Bible and we were able to worship Him. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be with thankful heart for He has blessed us with all the heavenly great spiritual blessings. നമുക്ക് ഇന്ന് പകൽക്കാല ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to turn your attention to the Bible for today's verses. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. From the book of James, chapter 1, verses 2 and 3. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. My brethren, count it all joy when you fall into diverse temptations, knowing this, that the trying of your faith worketh patience. യാക്കോബ് എഴുതിയ ലേഖനമാണ്. This is a book written by James. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമുക്ക് പ്രധാനമായും 3 യാക്കോബന്മാരെ കാണാൻ സാധിക്കും. In New Testament we see 3 different James in the New Testament. ഒന്ന് യോഹന്നാന്റെ സഹോദരനായ യാക്കോബ്. One is actually the brother of John. രണ്ടാമത് അൽഫയുടെ മകനായ യാക്കോബ്. The second one is the son of Alphaeus, we see. മൂന്നാമത് യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായിരിക്കുന്ന യാക്കോബ്. And then we see the half brother of Jesus Christ, who is also a James. ഈ ലേഖനം എഴുതിയത് യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായിരിക്കുന്ന യാക്കോബാണ്. This book is written by the James, who is a half brother of Jesus. താൻ ആ ലേഖനം തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. So he is being greeted as a servant of God and of the Lord Jesus Christ. നമുക്കറിയാം, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തൊരിക്കലും യേശുവിൻ്റെ സഹോദരന്മാർ അവനെ അംഗീകരിച്ചിരുന്നില്ല. We see that when Jesus Christ lived, none of his brothers accepted him. തിരുനാളിന് പോകാൻ തുടങ്ങുമ്പോൾ സഹോദരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശുവിനോട്. When Jesus wanted to go somewhere, the brothers asked him, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നതിനെല്ലാം രഹസ്യത്തിൽ ചെയ്യുന്നില്ലല്ലോ, നീയും യെരുശലേമിൽ പോയി നിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ, when he said actually when we go to Jerusalem and we will reveal ourselves, എന്നിട്ട് അവിടെ വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. We see that in the book of John it says actually his own brothers did not believe in him. എന്നാൽ യേശുക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം, but after when Jesus Christ died and resurrected, യേശു അവർക്ക് പ്രത്യക്ഷനായി നമുക്ക് കാണുവാൻ സാധിക്കും. We see that Jesus actually revealed himself to them. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, when Paul writes to the Corinthians, അവൻ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി, പിന്നെ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, പിന്നീട് യാക്കോബിന് പ്രത്യക്ഷനായി. We see that actually Jesus Christ revealed himself to the disciples, to 500 people, and then to James as well. മരിച്ച ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിനെ അവർ ദൈവമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷിതാവായിട്ട് അംഗീകരിക്കാനിടയായി തീർന്നത്. We see that actually they accepted Jesus as their savior only after he was resurrected. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നിട്ട് പോലും, what I say is actually despite of being a half brother of Jesus, താൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് യേശുവിൻ്റെ ദാസൻ എന്നാണ്. but when he writes the book he says the servant of Jesus Christ. വേണമെങ്കിൽ ലേഖനം എഴുതുമ്പോൾ യേശുവിൻ്റെ അർത്ഥ സഹോദരനെന്ന് രേഖപ്പെടുത്താമായിരുന്നെങ്കിലും താൻ ആ ദാസ്യ മനോഭാവത്തെ ഉയർത്തിക്കാട്ടുകയാണ്. He could have written that a half brother of Jesus Christ, but he shows an attitude of servantship there. മാത്രമല്ല, യാക്കോബ് യെരുശലേം സഭയുടെ മൂപ്പനായിരുന്നു. We see that actually he was a leading person in the Jerusalem church. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തൂണുകളായി എണ്ണപ്പെട്ടിരുന്നത് യോഹന്നാന്, കേഫാവ്, യാക്കോബ് എന്ന 3 പേരായിരുന്നു. There were 3 people, among one which was James as well, who was counted as the pillars of the church. യെരുശലേം സഭയുടെ അത്ര ഉന്നതമായ പദവി വഹിച്ചിരുന്നിട്ടും താൻ അന്ന് ആ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ യേശുവിൻ്റെ ദാസൻ എന്ന് ആ ലേഖനത്തിൽ തന്നെ കുറിച്ച് രേഖപ്പെടുത്തുവാനിടയായി. He is introducing himself as a servant despite of holding a great position in the church. എത്ര ശ്രേഷ്ഠമായ ഉയർന്ന പദവിയിലാണെങ്കിലും ഒരു ഭക്തന്റെ മനോഭാവം ക്രിസ്തുവിന്റെ ദാസനാണ് എന്നുള്ള ആ ഒരു മനോഭാവമായിരിക്കണം. No matter how big we are in this world, we should always have a
a heart of servantship in the presence of Jesus. ദാസൻ എന്ന് നാം പറയുമ്പോൾ ആരുടെ ദാസൻ എന്നുള്ളതാണ് ആ വ്യക്തിക്ക് വില കൊടുക്കുന്നത്. It is actually when we say we are a servant of whom is actually makes the big difference. നമുക്ക് അനേക യജമാനന്മാരെ അറിയാം, എന്നാൽ അവരുടെ ദാസന്മാർക്കുള്ളതിനെ കഴിഞ്ഞും ശ്രേഷ്ഠതയുള്ള ഒരു ദാസനാണ് യേശുവിന്റെ ദാസൻ. We see a lot of masters in this world, but they have servants as well. But the servant of Jesus is something special. ഇസബെല്ലിന്റെ സ്വാധീനതയിൽ ആഹാബ് ബാലിന്റെ പ്രവാചകന്മാരെ കൊണ്ട് നിറച്ച ഒരു സന്ദർഭത്തിൽ we see that actually when Isabel sent out all her prophets of Baal against the prophet, ബാൽദേവനാണ് ഫലപുഷ്ടി കൊണ്ടുവരുന്നതെന്നും ആകാശത്തു നിന്നും മഞ്ഞും മഴയും കൊണ്ടുവരുന്നതെന്നും ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്, there was time even people of Israel believed it is Baal who is bringing down the food and the rain from heaven. ആഹാബിന്റെ മുൻപിലേക്ക് ചെന്ന് നിന്നിട്ട് ഏലിയാവ് പറയുന്ന ഒരു വാക്യമുണ്ട്. The prophet goes to the front of the king and says, ഞാൻ സേവിച്ചു വരുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയും മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന്. in the name of the Lord I serve, I say until I say there shall be no snow no rain. ആഹാബ് സേവിക്കുന്ന ദൈവമല്ല തൻ്റെ ദൈവം, താൻ ആരുടെ ദാസനാണെന്നുള്ളതായ ഉത്തമമായ ബോധ്യം ഏലിയാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. We see that Elijah had a clear conviction that actually who is the God and master he is serving. തന്നെ അയച്ചിരിക്കുന്ന ദൈവം തൻ്റെ യജമാനനാണെങ്കിൽ തന്നെ പരിപാലിക്കുവാനും നടത്തുവാനും അവൻ ശക്തനെന്നുള്ള ഉറപ്പ് ഏലിയാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. He 100% believed that actually if the God who sent me is my master, he will take care of me. കെരൂത്ത് തോട്ടിലെ വെള്ളം വറ്റിയപ്പോഴും even when the river dried up, ഏലിയാവ് ഒരിക്കലും ഭഗ്നാശനായില്ല. but he did not lose his hope. അതെ, നമ്മൾ ആശ്രയിക്കുന്ന പല തോടുകളും വറ്റിയാലും there may be a lot of rivers that would dry up in front നാം of us. സേവിക്കുന്നത് ആരെയാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, if we 100% believe whom we follow, നമുക്കൊരിക്കലും ഭഗ്നാശരാകേണ്ടി വരത്തില്ല. we will never have to be despair and lose hope. ഏലിയാവിനെ അടുത്ത സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു യജമാനനാണ് അവന്റെ യജമാനൻ. His master is a master who will move him to a much more secure place. വീണ്ടും പുതിയ നിയമത്തിൽ ഞാനൊരു ദൃഷ്ടാന്തം നിങ്ങളെ കാണിക്കാം. Let me give you an example from the New Testament as well. പൗലോസ് കൈസറെ അഭയം ചൊല്ലി കടന്നു പോകുമ്പോൾ, when we see that actually Paul goes looking for Caesar, താൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ when he is traveling in the ship, കൈസറുടെ ശതാധിപനും അതുപോലെ ആ പടയാളികളൊക്കെ അതിനകത്തുള്ളപ്പോൾ, we see that actually the followers and the soldiers are still there in the ship. കപ്പലുടമയുടെയും കപ്പിത്താന്റെയും വാക്ക് കേട്ട് കടലിലൂടെ ആ കപ്പൽ യാത്ര ചെയ്തപ്പോൾ, when they were actually traveling listening to the words of the captain, നമുക്ക് ഒരുപാട് അറിയാവുന്ന വാക്യമാണ്. ആ കപ്പലിനെ ഈശാനമൂലൻ ആഞ്ഞടിച്ച് അത് അദ്രിയാൻ കടലിൽ ഇങ്ങനെ ഓളങ്ങളിലൂടെ അമ്മാനമാടിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ. we see that actually the ship was going through a very tough time when they were actually stuck in the wind. 14 രാത്രിയും പകലും സൂര്യനെ കാണാതെ അന്ധതയിലായിരുന്ന ഒരു കൂട്ടം ആളുകൾ ആ കപ്പലിലുണ്ടായിരുന്നു. we see that actually for 14 days they did not see sun and they were going through darkness. 14 ദിവസം അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. they all lost their hope in the 14 days. എന്നാൽ അവരുടെ നടുവിൽ 14ാമത്തെ ദിവസം, on the 14th day in their midst, പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. Paul stands up and says, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. he says, my master and the Lord whom I worship, he sent his angel to me. അത് ഏത് നിരാശയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു യജമാനൻ, no matter whatever your depression is, there is a master who comes. നഷ്ടപ്പെട്ടതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു യജമാനനെ നമുക്ക് കാണുവാൻ സാധിക്കും. when you have lost everything, the master will come down ആ to you. യജമാനനെ സേവിക്കുന്നവരാണ് നമ്മളെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. we should 100% believe that we serve the same master. എന്റെ മുൻപിൽ ഇരിക്കുന്ന യുവജനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, let me ask the youngsters who is in front of me, ഈ ലോകത്തിൽ ആരെ സേവിക്കുന്നതിനെ കഴിഞ്ഞും no matter who you like, in spite of serving anybody, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സേവയാണ് യേശുവിനെ സേവിക്കുക എന്നുള്ളത്. Jesus is the person whom we have to take as a master. യേശുവിന്റെ ദാസനായിരിക്കുക എന്നുള്ളത്. we have to become a servant of Jesus. ആ ഒരു ദാസ്യ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. we should have that attitude of servant in our life. അതേ, കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവിനെ കുറിച്ചും പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. even Paul says about Jesus Christ, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. you see that actually Jesus Christ, despite of being God and with God, he did not took a discipleship, servantship. ദാസരൂപം എടുത്തു. ആ ഒരു മനോഭാവം ഭക്തന്റെ മനോഭാവമായിരിക്കും. that should be the same attitude we all should be having. അപ്പോൾ നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് ആ ദാസന് വിലയിരിക്കുന്നത്. we see that actually who we take as our master is the important thing, being a servant. കൈസറെ സേവിച്ച ഒരു കൂട്ടം ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അവർ കൈസറെ സേവിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ലോകത്തിന്റെ ശമ്പളമൊക്കെ പറ്റി.
We see that actually people took salary and followed Caesar, but there was no benefit in them. എന്നാൽ യേശുവിനെ സേവിച്ചവന് But whoever served Jesus, അവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ടി വന്നില്ല. they never had to go on into depression. ഇരുട്ടിനകത്തും അവന് വെളിച്ചം ഉദിക്കുവാൻ ഇടയായി തീർന്നു. Even in the darkness, the light shined for them. നിരാശയുടെ നടുവിൽ അവന് സൂര്യപ്രകാശം ഉദിച്ചു. Even to the tough times, the sun അവൻ rose for them. ബലപ്പെട്ടു. അവൻ മാത്രമല്ല, അവന്റെ കൂടെയുള്ളവരെയും ബലപ്പെടുത്തുവാനുള്ള ശക്തി അവന്റെ യജമാനൻ അവന് കൊടുത്തു. The master gave him the energy not only for him but to strengthen the people along with him. പ്രിയ ദൈവമക്കളെ, ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ Let us all have that attitude. ഞാൻ സ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. I would remind you in God's love. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ. Let us come back to the verse we read. എൻ്റെ സഹോദരന്മാരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, My brothers, count it all joy when you fall into diverse temptations. ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ ക്രിസ്തീയ ജീവിതത്തിലെ പരിശോധനകളുണ്ട്. In Christian lives, we have a lot of challenges and temptations. പരീക്ഷ എന്നുള്ളതിനേക്കഴിഞ്ഞും കൂടുതൽ പരിശോധന എന്ന വാക്ക് നമുക്കോട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. It is easier to use it as temptations or testing in these times. ഈ പരിശോധനകൾ വരുമ്പോൾ When we have these testings going, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് we see that actually the faith worketh patience in us. നിങ്ങൾ അശേഷം സന്തോഷമെന്നെണ്ണണം. So you should be joyful in that. പലപ്പോഴും ഈ പരിശോധനകൾ വരുമ്പോൾ When we see temptations and challenges in our life, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. we see that actually we go into a type of sorrow or depression. പരിശോധനകൾ ജീവിതത്തിൽ ദൈവം തരുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുവാനാണ്. God is giving us temptation so that we would become patient in faith. അബ്രഹാമിനെ നോക്ക്. When we see Abraham, എല്ലാം വിട്ടിറങ്ങാൻ പറഞ്ഞ ഒരു പരിശോധന കൊടുത്തു. God gave him a test of leaving everything behind and start his journey. എങ്ങോട്ട് പോകുന്നെന്നറിയാതെ താൻ കർത്താവിനെ വിശ്വസിച്ചിറങ്ങി തിരിച്ചു. He believed in God and started his journey without knowing where to go. രണ്ടാമതായിട്ട് മകനെ വാഗ്ദാനം ചെയ്തു. Second thing, actually he was promised a son. അവന് ഇസ്മായേൽ മതിയെന്ന് പറഞ്ഞു. Then he said actually Ishmael is enough. എന്നാൽ അവനെ തള്ളിക്കളയുവാൻ ദൈവം പറഞ്ഞപ്പോൾ അതും അബ്രഹാം എന്ത് ചെയ്തു? സ്വീകരിച്ചു തന്റെ ജീവിതത്തിൽ. And he also believed God when he said to forsake Ishmael. അവസാനമായിട്ട് താൻ സ്നേഹിച്ച മകനെ, And at last even the son he loved, അവനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ when he was told to sacrifice him, ദൈവം പറഞ്ഞത് അവൻ വിശ്വസിച്ചു. when God said to him, he believed ലേഖനത്തിൽ it. പറയുന്നത് ചാരക്കൂമ്പാരത്തിൽ നിന്ന് തന്റെ മകനെ പുറത്തെടുക്കുവാൻ ദൈവം മതിയായവനെന്ന് അബ്രഹാം വിശ്വസിച്ചു. We see that Abraham believed even from the ashes God is able to bring back Isaac. അപ്പോൾ പരിശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, When we have challenges and testing in our life, അത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാക്കുവാനാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. we should have a conviction that actually it is to bring our patience in our faith. വിവിധ നിലകളിൽ നമ്മൾ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. We have to go through different challenges and testing. സങ്കീർത്തനം 66:10 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ, Let us read a book of Psalms chapter 66 verses 10 onwards. സ്തോത്രം. അടുത്ത വാക്യം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, The writer says, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. God, you have tested us. പരിശോധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ്. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. It says actually you have refined us how you refine a silver. അപ്പോൾ തീയിലൂടെ കടത്തിവിടുന്ന ഒരനുഭവം, വെള്ളിയൊക്കെ സ്ഫുടമായിട്ട് പുറത്തു വരണമെങ്കിൽ അതിനെ തീയിലൂടെ കടത്തിവിടണം. We see that to refine silver it has to be sent through fire. അങ്ങനെ തീയിലൂടെ കടത്തിവിടുന്ന ആ ഒരു വെള്ളിയും സ്വർണവുമാണ് ശുദ്ധമായിട്ട് പുറത്തേക്ക് വരുന്നത്. So any silver and gold that goes through fire comes out refined. ഒന്നാമതായിട്ട് നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. First thing you made us fall into a net. ജീവിതത്തിൽ ചില വലയിൽ അകപ്പെട്ട അവസ്ഥ. There are sometimes in life we feel that we fallen into a net. ഈ വലയിൽ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് നാം നോക്കും തോറും വല കൂടുതൽ മുറുകുന്നതല്ലാതെ ഒന്ന് അഴിഞ്ഞു കിട്ടാതെ
We are sometimes trying to break open and come out of this net. ഭാരപ്പെട്ടുകൊണ്ട് ഞെരങ്ങിക്കൊണ്ട് വിശ്വാസത്തെ തന്നെ ചോദ്യചിഹ്നമാക്കി വെക്കുന്ന ജീവിത അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. We go through a challenging time. Sometimes even we question our own faith. ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്നൊരു ചോദ്യമുണ്ടാകും. Then see, we are sometimes ask who is going to deliver us from this. എന്നാൽ ഇത് വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഉറപ്പോടെ നിന്നാൽ, But if we stand strong thinking that actually this is a testing of faith, നാം അറിയാത്ത നാഴികയിൽ ദൈവത്തിന്റെ സമയത്ത്, but when we are not expecting and in the time of God, നാം പ്രാരംഭത്തിൽ കേട്ടതുപോലെ ദൈവത്തിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ നാം അറിയാതെ നാം റിലീസ് ആകുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. we see that as we heard earlier, actually in the time of God and appointed time, we പക്ഷേ will be നമുക്ക് delivered. സ്ഥിരതയുണ്ടായി വരണം. But we should be patient in that. അപ്പോൾ വലയിൽ അകപ്പെട്ട അവസ്ഥയിൽ അനേക ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. So we see a lot of people who is in a situation of being in a net. രണ്ടാമത് പറയുകയാണ്, ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. We see that actually you have put a lot big affliction on our ചില back. ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ When we go through the challenges in our life, നെടുവീർപ്പെടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. we will become very desperate. അത് ഈ ഭാരം എന്തിന്, ഞാൻ വിശ്വാസിയായിട്ടും ഒരു ദൈവപൈതലായിട്ടും എന്തിന് എൻ്റെ ജീവിതത്തിൽ ഭാരം അനുവദിക്കുന്നു? We sometimes think actually despite of being a child of God, why I'm having these challenges. ചില ഭാരങ്ങളിലൂടെ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളോട് ഇന്ന് പറയട്ടെ, Let me tell you, if anybody is going through these challenges in ദൈവം life, അനുവദിക്കാതെ ഒരു ഭാരവും നമ്മുടെ മേൽ വരത്തില്ല. without God allowing, there will be no challenges coming in your life. ദൈവം അനുവദിച്ച ഭാരമാണെങ്കിൽ അവനും നമ്മോട് കൂടെ കൈത്താങ്ങ് ചെയ്യുന്നുണ്ട്. If God has given you, He will be besides you and give you the hand for to ഈ take it. ഭാരം നിന്നെ തകർത്ത് കളയുവാനല്ല, It is not to destroy you. ഈ ഭാരം നിന്നെ ഇല്ലാതാക്കുവാനല്ല. It is not to make you go. ഇയ്യോബ് പറഞ്ഞു, Job said, നീ എന്നെ ശോധന ചെയ്താൽ you have tested ഞാൻ me. പൊന്നുപോലെ പുറത്തു വരും. I will come out as a pure അതെ, gold. പൊന്നുപോലെ പുറത്തു വരണം. We all should come out as a pure gold. ശോധന കഴിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന ആയുധങ്ങളായി മിനുക്കിയെടുത്ത അമ്പുകളായി നമ്മെ പണിയണമെങ്കിൽ God will change us into beautiful arrows, purposeful arrows through sending this fire. ചില ഭാരങ്ങളിലൂടെ നാം കടന്നു There are പോകേണ്ടതായിട്ടുണ്ട്. some challenging situations we have to ചില go through. പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ There will be some tough times in our life. ദൈവപൈതൽ നിരാശപ്പെട്ടു പോകരുത്. We should not become depressed. അവൻ ഉയരത്തിലേക്ക് നോക്കുവാനിടയായി തീരണം. Let us look upon to the Lord in the heaven. ആ നോട്ടം ഉറപ്പുള്ള നോട്ടമാണ്. That vision, that sight should be with great faith. അപ്പൊ നമ്മെ നടത്തുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ That ഉള്ളിലുണ്ടായിരിക്കണം. conviction that actually that belief that Jesus, God is leading me. മൂന്നാമതായിട്ട് അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, The third thing the Psalms writer says, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. he says actually you made man to walk over us. ഇതൊരു വല്ലാത്തൊരു വിഷയമാണ്. This is a very challenging. ചില മനുഷ്യർ നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ Some people around us may despise us. നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ There are situations when we are not able to respond to the situation. നമ്മൾ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാകും. We come to a very desperate situation. ഞങ്ങൾ പറയുന്നത് പോലെ, As we say, നമ്മളോടൊരു 4 വാക്ക് പറയുമ്പോൾ when somebody says us 4 things, തിരിച്ചൊരു 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ at least some part of it we were not able to reply. നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലാണ്. We find it uncomfortable. ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിയിട്ട് ആ പാസ്റ്ററെ ഞാനത് പറഞ്ഞെന്ന് പറയും. Sometimes we say that actually I spoke it after my best of my patience. ക്ഷമയ്ക്ക് അങ്ങനെ നെല്ലിപ്പലക ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. There is no boundary for patience. പലപ്പോഴും മനുഷ്യർ നമ്മുടെ തലമേൽ കയറി എന്ത് ചെയ്യും? നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യും. Sometimes people would walk over us and give us all these challenges and insult us. ഞാനൊരു ദൈവപൈതലായിട്ടാണ് ഇത് നടക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. There are sometimes we think that actually despite of a child of God this is happening to me. പണ്ട് അവിടെ കേരളത്തിലെ ഒരു മനുഷ്യന് ബൈബിളും ആയിട്ട് ചർച്ചിൽ പോയിട്ട് ബൈബിളുമായിട്ട് നടന്നു പോകുന്ന വഴിക്ക് A believer in Kerala actually he went to church and was coming back with his Bible in his hand. ഒരാളുമായിട്ട് ചില പ്രശ്നമുണ്ടായി. There he entered into a small conflict with somebody. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, He said this way, ഈ ബൈബിൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. the Bible is in my hand, otherwise I would have showed you. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ബൈബിൾ ഇരിക്കുന്നത് കൊണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? തിരിച്ചടിക്കാമായിരുന്നു. So that means actually if he didn't have the Bible in his hand he could have responded to that conflict.
അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരണം നമ്മുടെ ജീവിതത്തിൽ. This attitude in us should change. നമ്മുടെ മുകളിൽ മനുഷ്യർ നമ്മുടെ തലമേൽ കയറി ഓടുന്നുണ്ടെങ്കിൽ അതെൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ മേൽ കൈവയ്ക്കുവാൻ, എന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. If people are actually walking around over you and challenging and insulting you, don't forget God is making it happen to you. ദാവീദിന്റെ പിന്നാലെ ശിമെയി ചീത്ത വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, When David was followed by Shimei by abusing him, ദാവീദിന്റെ കൂട്ടത്തിലുള്ള പടയാളി പറയുന്നുണ്ട്, ഇവന്റെ തല ഞാൻ വെട്ടിക്കളയട്ടെ എന്ന്. The soldier walking with David asked him, can I kill him? ദാവീദിന് അതിനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നു. David had the authority for that. പറഞ്ഞാൽ ആ സെക്കൻഡിലെ ശിമയിയുടെ തല അവിടെ കിടന്ന് ഉരുളുമായിരുന്നു. David has to just give in an order, he would have been killed. എന്നാൽ ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ്, But David said this way, എൻ്റെ ദൈവം ദാവീദിനെ ചീത്ത വിളിക്കുക എന്ന് ഇവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കെന്ത്? if God has told him to do so, let him do it. നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യരുത്? ചൂളിപ്പോകരുത്. എൻ്റെ ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പ് When we go നമുക്കുണ്ടായിരിക്കണം. through these situations, we should not get disheartened. We should have the confidence God is with me. പ്രത്യേകിച്ച് യുവജനങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. Let me tell the youngsters here, നിങ്ങൾ കോളേജിലും സ്കൂളിലുമൊക്കെ പോകുമ്പോൾ when you go to school and colleges, യേശുവാണ് എൻ്റെ ദൈവമെന്ന് ഉറപ്പോടെ പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? are you able to say Jesus is my savior? എൻ്റെ യജമാനൻ യേശുവാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? Can you say Jesus is my master? യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Are you able to lead a life that is only given to Jesus? അവൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാമാണെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? Do we have an attitude with saying Jesus is everything in my life? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിശോധനകളിലൊക്കെ നമുക്ക് ബലത്തോടെ നിൽക്കുവാൻ സാധിക്കും. If we have that belief in all these challenges, we can be strong. And നാലാമതായിട്ട് പറയുകയാണ്, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. fourth thing the Psalms writer says, actually I have to go through fire and ചില water. വെന്തുപോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ, There are some burning situations in our life. തീയുടെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. There are some situations of fire in ഇതിൽ our നിന്ന് life. എനിക്കൊരു വിടുതലില്ലേ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. You might be thinking, isn't there a deliverance in this for me? പല ദൈവമക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, I have heard from different children of ഞാൻ God, നീറിയാണ് കഴിയുന്നതെന്ന്. I am going through a very fiery situation. കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ നീറ്റല്, The situation of fire in your life, അത് ദൈവിക പരിശോധനയാണെങ്കിൽ if it is a testing of God, ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു നാൾ വരുന്നു. there is a day will come when you will be coming out of this. ദൈവമാണ് പരിശോധന തന്നതെങ്കിൽ If it is God who has given you the testing, തീർച്ചയായിട്ടും അവൻ നിന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. and for 100% sure that he will bring അവൻ it നിന്നെ out of this. നടത്തുവാൻ മതിയായ ദൈവമാണ്. He is a God who is capable of leading us. വെള്ളത്തിന്റെ അനുഭവം, There are situations of water, മുങ്ങിത്താഴുന്ന അനുഭവം, the situations when we feel you are ഇനി drowning in മുന്നോട്ട് water, പോകുവാൻ സാധിക്കത്തില്ല, you are not able to give forward, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കൈവിട്ടു. you feel that everything is lost and everything is gone. എന്നാൽ ലാസ്റ്റ് ടൈമിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും. When you see that when the time comes, God will open his hand and do it for you. അബ്രഹാമിന്റെ ജീവിതത്തിൽ 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദത്തം കൊടുത്തെങ്കിൽ, At the age of 75, Abraham was given നീണ്ട a promise. 25 വയസ്സ് താൻ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. He waited for 25 years for the promise, എങ്കിലും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. but he was not tired of his faith and belief. റോമാലേഖന കർത്താവ് പറയുന്നത്, തന്റെ ശരീരം നിർജീവമെന്നും സാറായിക്ക് പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കിയിട്ടും, Despite of Abraham understanding that actually they cannot have children anymore at that age, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. with great hope he believed. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ മതിയായവനാണെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We should have that confidence that God is capable of doing in my ലാസ്റ്റ് life. ടൈമിലും ദൈവം പ്രവർത്തിക്കും. Even in the last minute, the God can perform it for us. പരിശോധന പല നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമെന്ന് സങ്കീർത്തനത്തിലൂടെ നാം കണ്ടു. Through Psalms we see that actually the testing comes in different ways in our life. നമ്മുടെ വിശ്വാസത്തിന്റെ മൂല്യം എത്രയുണ്ടെന്ന് അറിയുവാനാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്നത്. God is trying to test the value of our faith in our life. 10 ഗ്രാം സ്വർണം തീയിലിട്ടാൽ 10 grams of gold, when it is put into the fire, അത് പുറത്തു വരുമ്പോൾ when it comes out, 10 ഗ്രാം തന്നെ ഉണ്ടായിരിക്കണം. there should be 10 grams of gold. അതിനാണ് സ്ഥിരത എന്ന് പറയുന്നത്. That is called patience. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം നിങ്ങളോട് പറയാം. Let me tell you an incident I read in a book. ബാംഗ്ലൂരിൽ നടന്ന സംഭവമാണ്. An incident that happened in Bangalore. ശകുന്തള നൃത്തവിദ്യാലയം എന്ന് പറയുന്ന ഒരു നൃത്തവിദ്യാലയം നടത്തുന്ന നർമ്മദ റാവു എന്ന് പറയുന്ന ഒരു സഹോദരി, There was a sister who was running a dance school in Bangalore. അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. Her husband died earlier.
ഒരു മകനാണുള്ളത്. She had only a son. അവരെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതാണ്. She belongs to a Brahmin family. ഈ കുഞ്ഞിനെ ചെറുപ്പം തൊട്ട് ഈ അമ്മ വളർത്തിക്കൊണ്ടുവരികയാണ്. She is bringing up from a very young age this child in that. അവന് വേണ്ട വിദ്യാഭ്യാസമെല്ലാം കൊടുത്തു. She gave her a good education. അവനെ ഒരു മെഡിക്കൽ ഡോക്ടറാക്കി. She made him a doctor. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എപ്പോഴോ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായി. During his studies, he was able to come and know about Jesus Christ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. He accepted Jesus as a Savior and Lord. താന് വിവാഹാനന്തരം അവിടെ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുവാനിടയായി. After marriage, he actually moved to states. അങ്ങനെ അവിടെ താൻ സുഖമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് When he was leading a worshipful life in states, തൻ്റെ അമ്മ മരിച്ചുപോയി. his mother passed away. താന് വിവരം അറിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. He came to know about the news and he started a journey from states to India. വിമാനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മതിച്ചിരുന്ന ഒരു കാര്യം, when he was sitting on his flight, the respect he had for this heart. ബ്രാഹ്മണ കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർത്തപ്പെട്ടത്. He was born in a Brahmin family. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അമ്മ മരിച്ചിരിക്കുന്നത്. So his mother has passed away in the same Brahmin background. താൻ അവിടെ ബാംഗ്ലൂരിൽ ചെന്ന് കഴിയുമ്പോൾ When he reaches Bangalore, തൻ്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് ഏക മകനായ ഞാനാണ്. I have to do the rituals of the funeral, being the son of the only son. കുളിച്ച ഈറനടിഞ്ഞ ചിതയ്ക്ക് തീ കൊടുക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണ്. He has to do the rituals of lighting the fire for his mom. തനിക്കത് സാധിക്കുമോ? He was thinking whether he can do it. ഒരു സൈഡില് തൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും, On one side he has his relatives, his family and his other friends. ഒരു സൈഡില് കർത്താവായ യേശുക്രിസ്തു. On the other side he had Jesus Christ. ഇതിൽ ആരെ തള്ളിക്കളയാൻ സാധിക്കും? Who can be let go? ഞാൻ അതവിടെ ചെന്ന് ചെയ്യാതിരുന്നാൽ, If I'm not doing it after reaching there, ആളുകളെല്ലാം പറയും ഇവന് അമ്മയോട് സ്നേഹമില്ലായിരുന്നു. people would say he never loved his mom. മരിച്ചപ്പോൾ പോലും അവരുടെ കർമ്മം ചെയ്യുവാൻ അവൻ തുനിഞ്ഞില്ല. They would say even when she died, actually he did not respect her. ഇവനെ വളർത്തിയത് ഈ അമ്മയാണ്. It is a mom who actually brought him up. വലുതാക്കിയത് ഈ അമ്മയാണ്. It is a mom whose hard work has made him big. ഇവൻ ഇന്നത്തെ സാഹചര്യമെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഈ മാതാവിന്റെ കഷ്ടപ്പാടാണ്. It is his mother's hard work actually that has brought him to this situation. എന്നാൽ ഈ സമയത്ത് ഇവൻ ഈ അമ്മയോട് നന്ദികേട് കാണിക്കുന്നു. At this stage he should not be showing this ungratefulness to his mom. മറുസൈഡ് ചിന്തിച്ചപ്പോൾ, When he thought about the other side, എന്നെ വീണ്ടെടുത്ത ഒരു ദൈവം, a Lord who has actually saved me. എന്റെ സർവ്വ പാപങ്ങളും മോചിച്ചു ചെന്നവൻ, He forgave all my sins. എന്നെ നടത്തുന്നവൻ, He is the one who leads me. എന്റെ സർവ്വസ്വമായ ദൈവത്തെ My ആ all in all God. രൂപവും മുൻപിൽ വന്നു. So that picture came to him in his mind. താന് വല്ലാതെ മാനസിക സംഘർഷാവസ്ഥയിലായി. He was going through a very challenging dilemma. തന്റെ വിശ്വാസത്തിന്റെ ശോധന ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. He saw that actually his faith is ഇവിടെ really put എന്ത് into testing. ചെയ്യുമെന്ന് തനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. He is not able to identify what to be done. താൻ ബാംഗ്ലൂരിൽ ചെന്ന് വിമാനമിറങ്ങി He went to Bangalore and got off the airport. ശവമടക്കുന്ന സ്ഥലത്തേക്ക് ശവമിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നു. എല്ലാവരും അദ്ദേഹത്തെ കണ്ടു, നിലവിളിച്ചു. ആ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു. He went into the place where the body was laid and he went and saw everybody and they cried together. എന്നാൽ ഡോക്ടർ രാജേഷിന്റെ ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. But in the heart of Dr. Rajesh there was a strong belief. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ യേശുവാണ്. The one who saved me is my Jesus. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും. I will stand for Jesus. ഞാൻ എൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊടുക്കുവാൻ നിൽക്കത്തില്ല. He said, I will not be doing the Hindu rituals while being there. ലോകർ എന്തു പറഞ്ഞാലും, Let anybody say anything. ബന്ധുക്കൾ എന്തു പറഞ്ഞാലും, Let my relatives say ആരെല്ലാം anything. എന്നെ ഉപേക്ഷിച്ചാലും, Let anybody leave me. എന്നെ ഉപേക്ഷിക്കാത്ത ഒരുത്തനുണ്ട്. There is somebody who will not forsake ഞാൻ me. ആ വ്യക്തിയുടെ മകനാണ്. I am the child of that God. അവന് വേണ്ടി ഞാൻ നിൽക്കും. I will stand for him. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ Children, when we have testing in our life, അത് എങ്ങനെയാണ് നമ്മളെ അതിനെ കാണുന്നത്? how do we see that? പലപ്പോഴും പരിശോധനയിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയല്ലേ. There are situations we fail in our testing. ഞാനിവിടെ ആദ്യം പറഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരന്റെ കാര്യം. I talk about a brother in our church when I first took a class here. ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിന് പോയ സമയത്ത് When we went to a Bible class,
അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരനായിരുന്നു. കൃഷി ചെയ്തിരുന്ന കൊലച്ച 400 വാഴയോളം ഒടിഞ്ഞുപോയി. We see that actually 400 of his plantations broke off when in the weather. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഞാൻ കർത്താവിൻ്റെ കാര്യത്തിന് പോയതാണ്, I went to the Lord's work, പക്ഷെ എനിക്ക് നഷ്ടം സംഭവിച്ചു. but I have faced big loss. അതുകൊണ്ട് So ഈ ദൈവത്തെ എന്ത് ചെയ്യുന്നു, എനിക്ക് അക്സെപ്റ്റ് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. he believed that actually I cannot take this God in my life. അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി. He backslid in his faith. 400 വാഴയ്ക്ക് വേണ്ടി For 400 of his plantations, യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. he forsake Jesus Christ. എന്നാൽ അമ്മയുടെ ശവശരീര ശവസംസ്കാരത്തിന് വേണ്ടി മാറി നിന്ന് യേശുവിനെ ഉയർത്തി കാണിച്ചവരെയും കാണുവാൻ നമുക്ക് സാധിക്കും. We see that actually somebody has actually on his mother's നമ്മൾ funeral. ഇതിൽ ഏത് ഗണത്തിൽപ്പെടും? Which category will we belong to? കഷ്ടതയിലും സന്തോഷിക്കുന്ന ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Even going through trial, we should be able to have gladness. നമുക്കറിയാം, കഷ്ടതയിൽ സന്തോഷിക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. During testing, it is not easy to be happy. പക്ഷേങ്കിൽ ഈ കഷ്ടതയുടെ അവസാനം ഒരു എൻഡുണ്ട്. അവസാനം When there is an end to every testing. അത് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. 1 പത്രോസ് 1:7. In the book of Peter chapter 1 verses 7 it says, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. that the trial of your faith being much more precious than of gold that perisheth, though it be tried with fire, might be found unto praise and honor and glory at the appearing of Jesus Christ. അതെ, ഇവിടെ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും നമുക്കൊരു തേജസ്സുണ്ട്. There is a time of amazing life for us when we, even though we have challenges. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നൊടി നേരത്തേക്കുള്ള കഷ്ടം. So that's why Paul says actually for these minute challenges, അത്യന്തം അനവധിയായ നിത്യതേജസ്സിന്റെ ഘനം ഞങ്ങൾക്ക് തരുവാനിടയായി തീരുന്നു. it will give us the great blessings in the eternity for us. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. So that even in challenges we feel ourselves honored. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏത് സെലക്ട് ചെയ്യും? In our life, which way would we be selecting? നമ്മുടെ മനോഭാവം എന്താണ്? What could be our attitude? കഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ, when we have challenges in life, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും, when I go through these testing that God has given me, ദൈവം എന്നെ മാനിക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? do we have that conviction that God will still bless me and lead me? നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ദാവീദിന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു. We see that actually the oil of anointment was put on David. അഭിഷേക തൈലം ഒഴിച്ച് ഇസ്രായേലിന്റെ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്തു. We see that actually he was made the king of Israel. പിറ്റേ ദിവസം ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്, കാരണം അഭിഷേക തൈലം വീണവനാണ്. He got the anointment. The next day he's supposed to be on the palace. എന്നാൽ ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ് ചെയ്തത്. But we see that actually he was kicked out of the palace. മരുഭൂമിയിലൂടെ ഓടിക്കപ്പെടുകയാണ് ചെയ്തത്. But he was running in the desert. ദാവീദ് തന്നെ പറയുകയാണ്, ഞാൻ ഒരു വേട്ടപ്പട്ടി ഓടിക്കപ്പെടുന്നത് പോലെ ഓടിക്കപ്പെടുന്നു. I am being running like an animal that is being hunted. തൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ നടുവിലും ദാവീദ് വിലപിക്കുകയല്ല ചെയ്തത്, മനോഹരമായ സങ്കീർത്തനങ്ങൾ എഴുതുവാനിടയായി തീർന്നു. Even on this challenging time he did not sit and cry, but he wrote amazing 63-ാം psalms. സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം യഹോവയ്ക്കായി ദാഹിക്കുന്നു. He said, my soul thirsteth in a land like a land for Jesus. പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിനായുള്ളൊരു ദാഹം. He had a thirsty for Jesus even this challenging time. പ്രതിസന്ധിയുടെ നടുവിലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. Even in this challenging time he has a relationship with God. എന്നാൽ അവസാനം ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിറവേറി. But at the end God kept his promise. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. David became the king of Israel. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, when we have challenges and when we have trials in our life, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് let us all believe that actually it is a testing of faith. ഈ സന്തോഷത്തോടെ ഇതിനെ എതിരേൽക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് with a great attitude let us face this with നാം joy. ഉണ്ടാക്കിയെടുക്കണം. We should build it. അത് നമുക്ക് പരിശീലനത്തിലൂടെ സാധിക്കും. We can do it with practice. ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. Let that practice be continuous in our life. അങ്ങനെ വരുവാണെങ്കിൽ when we have that practice, 4-ാം വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരും, so that you will not be having less in anything, തികഞ്ഞവരും
You will be fulfilled. സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. That you may be perfect, entire, wanting nothing in your wisdom. ഈ ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോകുവാൻ Let us go through this situation. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു Let കൊടുക്കാം. us give ourselves into the hands of God. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. We live in a very challenging world. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in a world where a lot of people are losing their faith in God. അനേക ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. A lot of people are losing their faith in God. പ്രോസ്പെരിറ്റി ഗോസ്പൽ വന്നതിൽ പിന്നെ യഥാർത്ഥമായിട്ട് ജീവിപ്പാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വിശ്വാസ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. In the spiritual world, we see that actually after this prosperity gospel has come, a lot of people are losing their faith. ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, In this juncture, we should understand something. ഏതൊരു അവസ്ഥയിലും എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. Whatever the situation is, God will lead us through. ഞാൻ അഗ്നിയിലൂടെയാണെങ്കിലും അവൻ എന്നോട് കൂടെയുണ്ട്. Even if I'm going through fire, He is with me. ഞാൻ വെള്ളത്തിലൂടെയാണെങ്കിലും അവൻ എന്നോട് കൂടെയുണ്ട്. Even if I'm going through water, He is with me. ഞാൻ രോഗാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. Even if I'm going through sickness, His presence is with ചില me. പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും അവിടെ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നങ്ങളല്ല. When we have troubles and challenges, when you believe Jesus is with me, then the trouble is not a അപ്പോസ്തലന്മാർ problem. പറയുന്നത് തിരുനാമത്തെ പ്രതി അപമാനം സഹിക്കേണ്ടി വന്നതിൽ അവർ സന്തോഷിച്ചു എന്നാണ്. We see the apostles said actually for His name's sake we were able to be happy for the challenges we faced. കാരണം തങ്ങൾ സേവിച്ചത് ആരെയാണെന്ന് അവർ അറിഞ്ഞിരുന്നു. Because they knew who their master was. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമക്കളെയും So this day, let us all children of God. നമുക്ക് ഈ നല്ല കർത്താവിനെ പിൻപറ്റുന്നതിൽ യാതൊരു മടിയുമില്ലാതെ അവൻ്റെ ദാസന്മാരായി മാറാം. So let us all become a servant and of a good master Jesus. അതെ, എപ്പോഴും ഒരു ബോധ്യമുണ്ടായിരിക്കണം, എനിക്കൊരു യജമാനനുണ്ട്. We should have 100% confidence. I have a സ്വർഗത്തിൽ master. എനിക്കൊരു ദൈവമുണ്ട്. In the heavens I have a master. എന്നെ പരിപാലിക്കുന്ന, He is the one എന്നെ സ്നേഹിക്കുന്ന, who loves me, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. guides and leads me. സ്തോത്രം. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ജീവചരിത്രത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പടയാളി ഒരിക്കൽ തൻ്റെ റൂമിനകത്തിരുന്ന് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുകയാണ്. സാധാരണ അങ്ങനെ വെളിച്ചമൊന്നും ടെൻറ്റുകളിൽ കാണാൻ പാടില്ല. In those days, the soldier of Alexander was writing a letter and there was no light in the tent. അപ്പോൾ ഈ ലൈറ്റ് കണ്ട് അലക്സാണ്ടർ രാത്രി എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ When Alexander got up and he saw the light, he went to check up on it. ഒരു ലെറ്റർ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. So he saw that actually his soldier was writing a letter in the paper. അദ്ദേഹത്തിന് കുറെ ബാധ്യതകൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. He had a lot of commitments. He wrote all of them in that day. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു എഴുത്ത്, ഇതാര് കൊടുത്തു വിട്ടും. And he wrote at the bottom saying that who will pay this for me. ഒരു ചോദ്യചിഹ്നം ഇട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിരുന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. But he wanted to commit suicide, but he slept. അതിൻ്റെ അടിയിൽ അലക്സാണ്ടർ ലെറ്റർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ എഴുതി, ഇത് അലക്സാണ്ടർ കൊടുത്തു വിട്ടും. Alexander took the letter and wrote at the bottom saying this will be paid off by തൻ്റെ Alexander. എല്ലാ ബാധ്യതകളും കൊടുത്തു തീട്ടുന്ന ഒരു യജമാനനെയാണ് സേവിക്കുന്നത് എന്നുള്ള ബോധ്യം ആ പടയാളിയുടെ ഉള്ളിലുണ്ടായെങ്കിൽ The soldier had a belief that actually I am serving a master who will pay off all my debts. പ്രിയ ദൈവമക്കളെ, നാം സേവിക്കുന്നവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബാധ്യസ്ഥനായി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ നടത്തുവാൻ മതിയായ ഒരു ദൈവമാണെന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് പോകുവാനിടയായി തീരണം. Let us have that confidence that actually our master can pay off all our debts and our challenges. ഏത് പ്രയാസത്തിലും അവൻ്റെ കരം നീളുന്നത് വരെ വെയിറ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. We should have the patience and attitude so that we will wait for his hand to do അതെ, some. നമ്മൾ പാട്ട് പാടുന്നത് പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഉന്നതൻ അറിഞ്ഞിട്ടാണ്. So as we sing, actually whatever happens in my life today is with the knowledge of അവൻ God. അറിയാതെ എൻ്റെ തലയിൽ ഒന്ന് കൊഴിയും, തലമുടിയിൽ ഒന്ന് കൊഴിയുന്നില്ല, ഒന്ന് വെളുക്കുന്നില്ല, ഒന്ന് കറക്കുന്നില്ല. We said without him knowing, not even a hair of mine will become white or gray. ആ ദൈവത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. May his name be glorified. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you all. താങ്ക് യു.